ഫ്ലുവസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള മാതൃചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ അതുപോലുള്ള എല്ലാ തരം എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുക. ക്ലാസ്സിലേക്ക് കടക്കാം. 2024 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? 2024 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ എ നൃത്തം ചെയ്യുന്ന കുടകൾ, ഓപ്ഷൻ ബി നൃത്തം, ഓപ്ഷൻ സി കവിത മാംസഭോജിയാണ്, ഓപ്ഷൻ ഡി നാരകങ്ങളുടെ ഉപമ. ഏതാണ് 2024 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്, കവിത മാംസഭോജിയാണ്. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ ബി ബഷീർ, ഓപ്ഷൻ സി ഉറൂബ്, ഓപ്ഷൻ ഡി MT. ആരാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ബഷീറാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ അപകൃഷ്ടം, ഓപ്ഷൻ ബി പ്രമാണം, ഓപ്ഷൻ സി ആചേതനം, ഓപ്ഷൻ ഡി സുഷുപ്തി. ഏതാണ് വിപരീത പദം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, സുഷുപ്തിയാണ് ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം. അടുത്ത ക്വസ്റ്റ്യൻ, വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ് വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക? ഓപ്ഷൻ എ സമകാലീനൻ, ഓപ്ഷൻ ബി സമകാലൻ, ഓപ്ഷൻ സി സമകാലികൻ, ഓപ്ഷൻ ഡി സമാനകാലീനൻ. ഏതാണ് വികലമല്ലാത്ത പ്രയോഗം? ഓപ്ഷൻ സി ആണ് വരുന്നത്, സമകാലികനാണ് വികലമല്ലാത്ത പ്രയോഗമായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൗമ്യം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? സൗമ്യം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ സ്ഥൂലം, ഓപ്ഷൻ ബി കഠിനം, ഓപ്ഷൻ സി ആർദ്രം, ഓപ്ഷൻ ഡി തീക്ഷണം. ഏതാണ് സൗമ്യം എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ ഡി ആണ്, തീക്ഷണമാണ് സൗമ്യം എന്ന പദത്തിന്റെ വിപരീത പദം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം. ദേശീയ ഭാഷ, മാതൃഭാഷ, കൃത്രിമ ഭാഷ, മാനക ഭാഷ. ഏതാണ് ഓപ്ഷനിലോ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന പദത്തിന്റെ പരിഭാഷയായ പദരൂപം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ, ഓപ്ഷൻ ബി വടക്കേടത്ത് നാരായണൻ നായർ, ഓപ്ഷൻ സി വടക്കേ കൂട്ടാല നാരായണപിള്ള, ഓപ്ഷൻ ഡി വടക്കേ കൂട്ടാല നാരായണൻ നായർ. ഏതാണ് VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ് VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ശൂരനാട് കുഞ്ഞൻപിള്ള, ഓപ്ഷൻ ബി ഇളംകുളം കുഞ്ഞൻപിള്ള, ഓപ്ഷൻ സി വള്ളത്തോൾ, ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. ആരാണ് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ദ്രോണർ, ഓപ്ഷൻ ബി ശിശുക്കൾ, ഓപ്ഷൻ സി സ്ത്രീകൾ, ഓപ്ഷൻ ഡി വിദ്യാർത്ഥികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ദ്രോണറാണ് ആൻസർ വരുന്നത്. നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. അടുത്തത്, ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. അനഭൂഷണം, ദൂഷണം, ഓപ്ഷൻ സി വിഭൂഷണം, ഓപ്ഷൻ ഡി അഭൂഷണം. ഏതാണ് ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ദൂഷണമാണ് ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം. അടുത്തത്, പിരിച്ചെഴുതുക. ഉദ്യോഗമാണ്. ഓപ്ഷൻ എ ഉദ് പ്ലസ് യോഗം, ഓപ്ഷൻ ബി ഉ പ്ലസ് യോഗം, ഓപ്ഷൻ സി ഉദ് പ്ലസ് യോഗം, ഓപ്ഷൻ ഡി ഉദ്യ പ്ലസ് യോഗം. ഏതാണ് ഉദ്യോഗം പിരിച്ചെഴുതുമ്പോൾ വരുന്നത്? ഏതാണ് ഉദ്യോഗം പിരിച്ചെഴുതുമ്പോൾ വരുന്നത്?
ഓപ്ഷൻ എ ആണ് വരുന്നത്. ഉദ് പ്ലസ് യോഗമാണ് ഉദ്യോഗം. അടുത്തത് കാറ്റ് പര്യായമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പവമാനൻ, അനലൻ, ഓപ്ഷൻ ബി അനലൻ, ഓപ്ഷൻ സി പവനൻ, ഓപ്ഷൻ ഡി അനലൻ. പവമാനൻ, ഓപ്ഷൻ ബി അനിലൻ, ഓപ്ഷൻ സി പവനൻ, ഓപ്ഷൻ ഡി അനലൻ. ഏതാണ് കാറ്റിന്റെ പര്യായമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് അനലനാണ് കാറ്റിന്റെ പര്യായമല്ലാത്തത്. ബാക്കിയൊക്കെ കാറ്റിന്റെ പര്യായങ്ങളാണ്. അടുത്തത് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ അയ്യപ്പൻ പിള്ള, ഓപ്ഷൻ ബി ജോർജ് വർഗീസ്, ഓപ്ഷൻ സി PC കുട്ടിക്കൃഷ്ണൻ, ഓപ്ഷൻ ഡി എ ബാലകൃഷ്ണ പിള്ള. ഏതാണ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? PC കുട്ടിക്കൃഷ്ണൻ പിള്ളയാണ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതുക. ധനം, ഓപ്ഷൻ എ ധനം പ്ലസ് ത്തിൽ, ഓപ്ഷൻ ബി ധന പ്ലസ് ത്തിൽ, ഓപ്ഷൻ സി ധനത്തെ പ്ലസ് ഇല്ല, ഓപ്ഷൻ ഡി ധനം പ്ലസ് ഇല്ല. ഏതാണ് ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ജു തരം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? മഞ്ജു തരം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ജീവചരിത്രം, ഓപ്ഷൻ ബി ആത്മകഥ, ഓപ്ഷൻ സി കഥാസമാഹാരം, ഓപ്ഷൻ ഡി നോവൽ. ഏതാണ് മഞ്ജു തരം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആത്മകഥയാണ് മഞ്ജു തരം എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പദം ഏത്? ഓപ്ഷൻ എ ചെമപ്പ്, ഓപ്ഷൻ ബി പ്രവൃത്തി, ഓപ്ഷൻ സി പ്രദക്ഷിണം, ഓപ്ഷൻ ഡി ചെലവ്. ഏതാണ് തെറ്റായ പദം? ഓപ്ഷൻ സി ആണ്. പ്രദക്ഷിണമാണ് തെറ്റായ പദം. പ്രദക്ഷിണമാണ് ശരിയായ പദമായിട്ട് വരും. അപ്പോൾ ഇത് തെറ്റായ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ വളരെ സന്തോഷത്തോടെ, ഓപ്ഷൻ ബി മനോരാജ്യം, ഓപ്ഷൻ സി വളരെ സൂക്ഷിച്ചു, ഓപ്ഷൻ ഡി മൃഗീയ ഭൂരിപക്ഷം. ഏതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. മനോരാജ്യമാണ് അതിന്റെ അർത്ഥമായിട്ട് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ വാക്ക് കണ്ടെത്തുക. ഏതാണ് ഈ വരിയിലെ തെറ്റായ വാക്ക്? കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ വാക്ക് ഏതാണ്? ഓപ്ഷൻ എ വായനാശീലം, ഓപ്ഷൻ ബി കുട്ടികളിൽ, ഓപ്ഷൻ സി വളർത്താൻ, ഓപ്ഷൻ ഡി മുതിർന്നവർ ശ്രദ്ധിക്കണം. ഏതാണ് തെറ്റായ വാക്ക്? ഓപ്ഷൻ എ ആണ് വരുന്നത്. വായനാശീലമാണ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ എഴുതില്ല. ഇതാണ് തെറ്റായ, നമ്മൾ പലപ്പോഴും എഴുതുന്നതാണ് വായനാശീലം എന്ന് വരില്ല. ഇതാണ് തെറ്റായ വാക്ക്. അടുത്ത ക്വസ്റ്റ്യന്, അസുരവിത്ത് എന്ന കൃതിയുടെ കർത്താവ്? ഓപ്ഷൻ എ MD, ഓപ്ഷൻ സി രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി OV വിജയൻ, ഓപ്ഷൻ ഡി ഉറൂബ്. അസുരവിത്ത് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ്. MD ആണ് അസുരവിത്ത് എന്ന കൃതിയുടെ കർത്താവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? ഓപ്ഷൻ എ ഭൗമം, ഓപ്ഷൻ ബി ഉരകം, ഓപ്ഷൻ സി കുടരം, ഓപ്ഷൻ ഡി സാരംഗം. ഏതാണ് പക്ഷിയുടെ പര്യായം? പക്ഷിയുടെ പര്യായമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സാരംഗമാണ് പക്ഷിയുടെ ശരിയായ പര്യായമായി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര എണ്ണം കറക്റ്റായെന്ന് പറയുക. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.